Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിന്റെ കരുണയാൽ നിങ്ങൾ പൂരിതരാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകാന്തി ശുശ്രൂഷയിലെ ഓരോ എപ്പിസോഡും മുടങ്ങാതെ കാണാൻ കർത്താവ് നിങ്ങളെ പ്രത്യേകം വിളിക്കുകയും ആ വിളി സ്വീകരിക്കുകയും ചെയ്യുന്നത് ദൈവസന്നിധി വലിയ സ്വീകാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇത് അഭിഷേകത്തിന് മാത്രമല്ല, ഏത് സുവിശേഷ വേലയും വചനം പ്രഘോഷണവും അതെല്ലാം അനുഗ്രഹപ്രദമാണ്. നിങ്ങളെ തന്നെ പലരും ചിലർ വചനങ്ങൾ ഇങ്ങനെ എഴുതി ചില ആൾക്കാർ കൊടുക്കുന്നവരുണ്ടാകാം. ചിലപ്പോൾ ചില ഫേസ്ബുക്കിലൊക്കെ വചനം എഴുതിയിടുന്നവരുണ്ടാകാം. ആരെങ്കിലും കാണുമ്പോൾ ചില ദൈവിക കാര്യങ്ങൾ പറയുന്നവരുണ്ടാകാം. അതൊക്കെ ദൈവസന്നിധിയിൽ ഒരുപാട് സ്വീകാര്യമാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്, ഇതൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകോട്ട് പോകരുത്, നമ്മൾ മുമ്പോട്ട് പോകണം. ദൈവവചനം അത് ഫലം പുറപ്പെടുവിക്കാൻ തിരിച്ചു വരില്ല. എനിക്കത് വലിയ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കണം, എൻ്റെ സഹോദരങ്ങളെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് വിശുദ്ധ ഫൗസ്തീനയുടെ ഖബറിടത്തെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മൃദുവായി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ഒരു ചെറിയ ടോക്ക് എടുത്തിട്ട് നിങ്ങളത് എല്ലാവരും തന്നെ സംബന്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ദിവസവും 5 മണിക്ക് വരും. അങ്ങനെ 5 മിനിറ്റ് 4-5 മിനിറ്റേ ഉള്ളൂ. സാക്ഷിയുണ്ട്, ഡെലിവറൻസ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഓർക്കാണ് അതിനോട് എന്ത് സംഭവിക്കും. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ എത്രയോ സാക്ഷ്യങ്ങളാണ്. നിങ്ങൾക്ക് ആ എപ്പിസോഡുകൾ ഇനി ആർക്ക് ഫേസ്ബുക്ക് യൂട്യൂബൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കുറവലങ്ങാടുള്ള പ്രീച്ചേഴ്സ് ഡിവൈൻ മേഴ്സി വൈദ്യരുടെ സമൂഹം ആ PDM കുറവലങ്ങാട് ഓഫീസിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പിൽ അയച്ചും തരാം. ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ നാൾ കുറവലങ്ങാട് പള്ളിയിൽ 2ാം വെള്ളിയാഴ്ച നടക്കുന്ന ശുശ്രൂഷയിൽ ഒരു ചേച്ചി വന്ന് പറഞ്ഞ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ട, നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് എൽസ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. എനിക്ക് കിട്ടിയൊരു അത്ഭുതം, ഈ 2022 ജൂലൈയിൽ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാറ്റിവെക്കേണ്ട വന്ന്. 2012 ഞങ്ങളുടെ വിവാഹം. അത് കഴിഞ്ഞ് 2014 മോനുണ്ടായപ്പോൾ BP പെട്ടെന്ന് കൂടിയതുകൊണ്ട് എല്ലാം വേഗം ചെയ്യേണ്ടി വന്നതുകൊണ്ട് എൻ്റെ യൂറിൻ്റെ ട്യൂബിന് കംപ്ലൈൻറ്റ് വന്ന്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് ബ്ലീഡിങ് ആയി. അങ്ങനെ അത് കാണിച്ചപ്പോൾ 2014 കഴിഞ്ഞിട്ട് പിന്നെ 3 കൊല്ലം വേദനയായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ ബ്ലീഡിങ് ആയി. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടക്കണമെന്നും യൂറിൻ്റെ ട്യൂബ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് യൂറിൻ ബാഗ് ഇടാനും പറഞ്ഞു. അങ്ങനെ അത് ചെയ്ത് പിന്നെ ലൈഫ് ലോങ് എനിക്ക് എല്ലാ മാസവും ഇങ്ങനെ മിനി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി യൂറിൻ ഡയലറ്റേഷൻ ചെയ്യേണ്ടിയും വന്നു. എല്ലാ മാസവും മിനി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി യൂറിനത്തിന് ഡയലേഷൻ, അതുപോലെ എല്ലാ മാസവും ചെയ്യേണ്ടി വന്നു. ലൈഫ് ലോങ് അങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെയും ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടിയും ബ്ലീഡിങ് വന്ന്, അപ്പോൾ പിന്നെയും തിയേറ്ററിൽ കയറി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെയും 3ാമതും വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു മേജർ സർജറി ഉണ്ട്, വായയിൽ നിന്ന് തൊലി എടുത്തിട്ട് നമ്മുടെ യൂറിൻ ട്യൂബിൻ്റെ അവിടെ വെച്ച് കൊടുക്കണം ഒരു സർജറി. പക്ഷെ 85% അതിനകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. വായിൽ നിന്ന് തൊലി എടുത്തിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന ട്യൂബിൽ അത് ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു മേജർ സർജറി ഉണ്ട്. 85% അങ്ങനെ ചെയ്താൽ ഒരു വിജയം ഉണ്ടാകുള്ളൂ ഡോക്ടർമാർ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എൻ്റെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ വൈഫാണ് അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ കാണാൻ പറഞ്ഞതും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു യൂറിൻ്റെ ഇങ്ങനെ തന്നെ പ്രശ്നവും ബുദ്ധിമുട്ടുള്ളൊരു ചേട്ടൻ്റെ തന്നെയാണ് എനിക്കും തന്നത്. അങ്ങനെ ഞാനത് കണ്ട് ടോക്ക് അയച്ചതല്ലേ, നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവരിങ്ങനെ പിന്നെ മേജർ സർജറിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സമയത്ത് ഇവരുടെ ചേട്ടൻ്റെ ഭാര്യ അല്ലേ, ചേട്ടൻ്റെ ഭാര്യ ഒരു എപ്പിസോഡ് അയച്ചു കൊടുത്തു. ആ എപ്പിസോഡ് ഇതാണ്: ഇതേപോലെ യൂറിൻ കംപ്ലൈൻ്റ് ഉള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ച ഒരു ടെസ്റ്റിമണി അടങ്ങിയ ഒരു എപ്പിസോഡ് അയച്ചു കൊടുത്തു. എന്നിട്ട് കണ്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കണ്ട് ഒരുപാട് പേര് അത് കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് സർജറിക്ക് പോയത്. അപ്പോൾ സർജറിക്ക് മുമ്പ് ഇത് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. എന്നിട്ട് സർജറിക്ക് കയറി അനസ്തേഷ്യ എല്ലാം തന്നു, വെന്റിലേറ്ററിലോട്ട് മാറ്റി അവര്. അത് കഴിഞ്ഞ് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ട്യൂബിന് ഒരു കുഴപ്പമില്ല.
എന്നിട്ട് ഓപ്പറേഷൻ ഒന്നും ചെയ്തില്ല. ഇല്ല ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നോക്ക് സഹോദരങ്ങളെ, ലൈഫ് ലോങ് ഇങ്ങനെ എല്ലാ മാസം ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന സ്ഥിതിയിലായിരുന്നു എന്നൊക്കെ സഹോദരങ്ങളെ. അപ്പം നോക്കിയേ, ഇപ്പം ഇവർക്ക് ആ എപ്പിസോഡ് അയച്ചു കൊടുത്ത ഒരു കുടുംബം അല്ലേ, ചിന്തിച്ചു നോക്ക്. അവർക്ക് പറയാം ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ചെറിയ ടോക്കില്ലേ, അത് കേട്ടാൽ നിങ്ങളെല്ലാം വരുന്നത്. ആ ടോക്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഫേസ്ബുക്കിൽ യൂട്യൂബിൽ വരുന്ന ടോക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര നാളായി ഇതെല്ലാം കഴിഞ്ഞിട്ട്? ഇതിപ്പോൾ 5-6 മാസം കഴിഞ്ഞു. 5-6 മാസം കഴിഞ്ഞു. പിന്നെ ഇന്നേ വരെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് അവർ എറണാകുളത്തുനിന്ന് പിന്നെ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി വരണ്ടെന്നും പറഞ്ഞു ഡോക്ടർ. ഇനി വരണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനി വരണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു ഇനി കേസ് കെട്ട് പറഞ്ഞ് വരണ്ട. കാരണം പുതിയ ഒരു ട്യൂബ് പോലെ ദൈവം അത്ഭുതം ചെയ്ത് അനുകരിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയാ. Hallelujah. എൻ്റെ സഹോദരങ്ങൾ, ആ ചേച്ചിയെ സംബന്ധിച്ച ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു ICUലൊക്കെ പോയി ഇങ്ങനെ പ്രൊസീജിയർ ചെയ്ത് എന്തൊരു അവസ്ഥയാണ് ചിന്തിച്ച് നോക്കിയേ. പക്ഷേ ദൈവം ചെറിയൊരു ആശീർവദിച്ചു, ദൈവം ഇടപെട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനിക്ക് നിങ്ങളുടെ കാര്യം പറയാനുണ്ട്. നമ്മുടെ ജീവിതം ഇങ്ങനെ തകർന്നു തരിപ്പണമായി, ഇനി കയറിപ്പൊരിയല്ല, ഇനി മരണമുള്ളൂ, മരിക്കുന്നതോടെ വരെ ഇങ്ങനെയുണ്ട് എന്നൊക്കെ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കരുത്. കർത്താവ് നമ്മളെ നിരന്തരം നയിക്കും. കർത്താവ് നമ്മളെ പരിപാലിക്കും. കർത്താവ് വീണ്ടും പണിതുയർത്തും. അത് വചനമാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങനെ ശരണപ്പെടുന്ന കർത്താവേ, ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്ന കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടും. അവിടുന്ന് ഞങ്ങളെ നയിക്കും. അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കും. അവിടുന്ന് കൈപിടിച്ച് നടത്തും. അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയല്ല. വീണ്ടും ഞങ്ങൾ പുഷ്പിക്കും. വീണ്ടും ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കും. കർത്താവിൽ ഞങ്ങൾ വളരും. കർത്താവ് ഞങ്ങളെ സഹായിക്കും. ആഹ്ലാദിച്ച് വിശ്വാസത്തിൽ പാടി ആരാധിക്കുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. അധിക ബലം നിന്റെ അസ്ഥി വലിയ ആഹ്ലാദത്തോടെ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി വിശ്വസിക്കുന്നു. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ നീ ആയിത്തീരും. തേനരുവി പോലായിത്തീരും. നീ ആയിത്തീരും. തേനരുവി പോലായിത്തീരും. നന്നായി കൈകളടിച്ച് ഇടത്തോടെ വലത്തോടൊക്കെ കൈയടിച്ച് വലിയ ആഹ്ലാദത്തോടെ ഓ കർത്താവേ, യേശുവെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ നശിച്ചുപോയ എല്ലാ പുരാതന അവശിഷ്ടങ്ങളും, നിന്റെ തലമുറകളും, നിങ്ങളുടെ വംശങ്ങളും പാരമ്പര്യങ്ങളും കർത്താവ് വീണ്ടും പണിതുയർത്തും. ദൈവമേ, തകർന്നു കിടക്കുന്ന ഓരോ കുടുംബങ്ങളും, തകർന്നു കിടക്കുന്ന ബിസിനസ്സുകള്, തകർന്നു കിടക്കുന്ന ജോലി, ഭൗതിക മണ്ഡലം, ദൈവമേ, അതിനേക്കാൾ ആധ്യാത്മിക മണ്ഡലം, ദൈവമേ, ജീവിതം മുതൽ കുത്തഴിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ജീവിതങ്ങൾ ഓ കർത്താവേ, അവിടുന്ന് പണിതുയർത്തും ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കും അവൻ. പുതുതായി പണിയും നിൻവിരലുകളായി അനവധി തലമുറകൾ. വലിയ സന്തോഷത്തിൽ നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കും അവൻ. ആമേൻ. പുതുതായി പണിയും നിൻവിരലുകളായി അനവധി തലമുറകൾ. നീയൊരു പുലരി വെളിച്ചം പോലെ പൊട്ടി വിരിഞ്ഞുയരും. നീയൊരു പുലരി വെളിച്ചം പോലെ പൊട്ടി വിരിഞ്ഞുയരും. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. ഈശോ. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം സംഭവിക്കുന്നു. ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി കൈകൾ ഉയർത്തി ആയിത്തീരും. തേനരുവി പോലായിത്തീരും. നീ
ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഞങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടെ ഞങ്ങളെ തള്ളിക്കളയല്ല, അവിടെ ഞങ്ങളെ പണിത് ഉയർത്തും, അവിടെ നനച്ചു വളർത്തും, അവിടെ നട്ടു വളർത്തും. ദൈവമേ, ഞങ്ങളെ പുഷ്പിക്കും, ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കും. കർത്താവ് ഞങ്ങൾ വളരും, കർത്താവ് ഞങ്ങളെ സഹായിക്കും. ഓ കുട്ടികളെ, ഓ കുഞ്ഞുങ്ങളെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഓ പഠനം മുടങ്ങിക്കിടക്കുന്ന ഓരോരുത്തരും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല 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 ഹല. വിശ്വാസത്തിന്റെ ആത്മാവ്, പ്രത്യാശയുടെ ആത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവ്, മുന്നോട്ട് നയിക്കുന്ന കൃപ ഓരോരുത്തർക്കും ഉച്ഛലിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവേ, നിരാശ മാറുന്നു, പ്രത്യാശ നിറയുന്നു. നിരാശ മാറുന്നു, പ്രത്യാശ നിറയുന്നു. നിരാശ മാറുന്നു, പ്രത്യാശ നിറയുന്നു. ഹല 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 ഹല. ഓ കർത്താവേ, ഞാൻ ഒരിക്കലും സൗഖ്യം പ്രാപിക്കില്ല. അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല 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 ഹല. കർത്താവേ, മരണക്കിടക്ക് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. അവിടുന്ന് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. കർത്താവേ, ഓപ്പറേഷനൊക്കെ തീരുമാനിച്ചിരിക്കുന്നവർ അത് കൂടാതെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല 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 ഹല. യേശുവിന്റെ ആരാധന ആരാധന, യേശുവിന്റെ ആരാധന ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ആരാധിക്കുന്നു. നന്ദി പറയുന്നു. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എതിർക്കുന്നവരുടെ രീതിയും അനുഭവിക്കുന്നവരുടെ പ്രതികരണവും. ഹല്ലേലൂയാ. Hallelujah. നല്ലൊരു വിഷയമാണ്, എനിക്ക് പറയാൻ വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അതിന്റെ 13-ാമത്തെ അധ്യായത്തിൽ 50-52 തിരുവചനങ്ങൾ. എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്ത സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനെയും ബാർണബാസിനും എതിരായി പീഡനം ഇളക്കി വിടുകയും അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ലേഖായും ബാർണബാസ് ലേഖായും ബാർണബാസും കൂടെ നല്ല ശക്തമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, പിശാചുക്കൾ ഒഴിഞ്ഞു പോകുന്നു, അനേകർ വിശ്വാസത്തിലേക്ക് വരുന്നു, അനേകർ മാമോദിസ സ്വീകരിക്കുന്നു, സഭ പടുത്തുയർത്തപ്പെടുന്നു. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാര് ചെയ്തൊരു പ്രവൃത്തി, ഭക്തസ്ത്രീകളെയും പല ആൾക്കാരെയും പ്രേരിപ്പിച്ച് അവസാനം എന്തായി? പൗലോസിനും ബാർണബാസിനും എതിരെ ഒന്ന് പീഡനം ഇളക്കി വിട്ടു. നാട്ടുകാരെ കൂട്ടി പീഡനം ഇളക്കി വിട്ടു എന്ന് മാത്രമല്ല, ആ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ആനുകാലിക സംഭവങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വചനം കേൾക്കാൻ. അത് മിഷൻ പ്രദേശങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമല്ല, ഏതെങ്കിലും പ്രത്യേക രാജ്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം വചനം കേൾക്കാൻ. ജനങ്ങളെ കൂട്ടുകയാണ്, പീഡനം ഇളക്കി വിടുകയാണ്, നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതാണ് അവരുടെ ഒരു രീതി. ഇനി അത് അനുഭവിച്ച അവരുടെ ഒരു പ്രതികരണ രീതി നമ്മൾ മനസ്സിലാക്കണം. അതതിൻ്റെ ബാക്കി വചനം നമുക്ക് വായിക്കാം. അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി. ശിഷ്യന്മാർ ആനന്ദത്തിലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ഹല്ലേലൂയ. Hallelujah. അവ എതിർക്കുന്നവർ ചെയ്തതെന്താ? അവരെ പീഡനം ഇളക്കി വിടുന്നു, നഗരത്തിൽ നിന്ന് പുറത്താകുന്നു. ഇനി അത് സ്വീകരിക്കുന്ന രീതി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പൗലോസിനെ ബാർണബാസിനെയൊക്കെ മുമ്പിൽ കാണണം. അവരെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് അവൻ അടുത്ത സ്ഥലത്തേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അവർക്ക് സംഭവിച്ചൊരു പ്രത്യേകത, പൗലോസിനും ബാർണബാസ് സംഭവിച്ചെന്നറിയാമോ? അവർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ഹല്ലേലൂയ. Hallelujah.
നല്ല ബെസ്റ്റ് സമയമാണല്ലോ അല്ലെ ആനന്ദവും പരിശുദ്ധാത്മാവും നിറയാൻ. പീഡനം ഇളക്കി വിട്ട് ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ശിഷ്യന്മാരിൽ നിറഞ്ഞത് ആനന്ദവും പരിശുദ്ധാത്മാവും. എന്നിട്ട് അവരെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നില്ല. അവരടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് സുവിശേഷം ശക്തമായിട്ട് പ്രഘോഷിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് പീഡനം ഉണ്ടാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നത് ഒളിച്ചോട്ടമല്ല. ദൈവം ഒരാളെ സുവിശേഷത്തിനുണ്ട് തിരഞ്ഞെടുത്ത അയാൾ അയക്കുന്ന രീതി അപ്പോയിന്റ്മെന്റ് വഴി മാത്രമല്ല, പീഡനം വഴി ദൈവം അയക്കുമെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തൊരു വചനം പഠിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ തിരുവചനം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 45. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പൂണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു. വേറെ രീതിയാണ്. അതായത് യഹൂദരെ വിളിക്കുമ്പോൾ ആൾക്കാർ വരുന്നില്ല, പൗലോസ്ലിഹ വിളിക്കുമ്പോൾ ആൾക്കാർ വരുന്നു. അങ്ങനെ ഇന്നും പലതരത്തിലുമുണ്ട്. ദൈവജനം ഓടിക്കൂടും ആകെ ഒരു വെപ്രാളം, വലിയ പ്രശ്നമായില്ല എന്നൊരു ചിന്ത. എന്നിട്ട് ചെയ്ത രീതി എന്താ? എതിർത്ത രീതി എന്താ? പബ്ലിക്കായിട്ട് പറഞ്ഞങ്ങോട്ട് എതിർക്കുകയാണ്. ചിലപ്പോൾ മീഡിയയിലൂടെ, ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീഡിയയിലൂടെ കണ്ട് എതിർക്കുകയാണ്. എന്നിട്ട് ദുഷിച്ചു. നമുക്ക് ഒരു സ്ഥലത്ത് പീഡനം ഇളക്കി വിടുന്നു, പുറത്താക്കുന്നു, വേറെ സ്ഥലത്ത് എതിർക്കുന്നു, ദുഷിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇത് അനുഭവിച്ച ആ സ്ലീഹന്മാരുടെ അവരുടെ പ്രതികരണ രീതി തൊട്ട് താഴെയുണ്ട്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. പൗലോസും ബാർണബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങളിത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവനം നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതരുടെ അടുക്കലേക്ക് തിരിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ പ്രതികരണ രീതി നോക്ക്. അവരങ്ങനെ ഭീരുത്വത്തോടെ പുറകോട്ട് മാറുമല്ല. ആ സ്ത്രീകന്മാർ പറയാ, വലിയ ധൈര്യത്തോടെ അവർ നിലകൊള്ളുകയാണ്. ധൈര്യപൂർവ്വം ചില ഉറച്ച നിലപാടുകൾ എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ഇക്കോണിയത്തിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചു. യഹൂദരും ഗ്രീക്കുകാരും അടങ്ങിയ ഒരു വലിയ ഗണം വിശ്വസിച്ചു. വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. വേറെ മെത്തഡോളജി നോക്ക്. വേറൊരു രീതിയാണ് എതിർക്കുന്നത്. വേറെ രീതിയാണ്. വേറെ ജാതികളെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കിയിട്ട് എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരെ കുറിച്ചുള്ള വിദ്വേഷം കുത്തി നിറയ്ക്കുക. പല രീതികളാണ്, ഓരോ രീതികളാണ്. എങ്ങനെ സുവിശേഷം ബ്ലോക്കാക്കുക, എങ്ങനെ വചനപ്രഘോഷം ബ്ലോക്കാക്കുക, എങ്ങനെയെങ്കിലും യേശുവിലേക്ക് മനുഷ്യർ വരുന്നത് തടയുക, രക്ഷ പ്രാപിക്കാൻ അനുവദിക്കാതിരിക്കുക. ഇവിടെ എന്തായിരുന്നു അവരുടെ പ്രതികരണം? നമുക്ക് തുടർന്ന് വായിക്കാം. എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പീഡനങ്ങളും ഞെരുക്കങ്ങളും ഇതുപോലെയുള്ള ഓരോ സംഗതികളും നടക്കുന്നത് കാണുമ്പോൾ പുറകോട്ട് പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം അപ്പസ്തോല പ്രവർത്തനം എഴുതി വച്ചിരിക്കുന്നത്. ബാക്കി വായിച്ച് കേൾക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നൽകിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വചനം പഠിക്കാം. അപ്പസ്തോല പ്രവർത്തനം 14-19. ആക്ട്സ് ചാപ്റ്റർ 14 വേഴ്സ് 19. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചു പോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വേറെ രീതി കണ്ടോ? അതായത് വേറെ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാർ, ഇതൊക്കെ പല മിഷൻ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ആ തദ്ദേശവാസികളായിരിക്കണമെന്നില്ല. വേറെ സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാര് അവിടെയുള്ള ചില ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ട് പൗലോസിനെ കല്ലെറിയാണ്, വടി കൊണ്ട് അടിക്കുകയാണ്, പല രീതിയിൽ ചെയ്യുകയാണ്, ചവിട്ടും കുത്തുമൊക്കെ ചെയ്യാണ്. എന്നിട്ടോ പൗലോസിന് ഇതെല്ലാം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു കിടക്കുന്ന പോലെ തോന്നിയ ആൾക്കാർക്ക് ഉടനെ ചില ചത്ത ജീവികളെയൊക്കെ കാലെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ
പൗലോസിനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. നഗരത്തിന് പുറത്തേക്ക്, നിങ്ങളെ റോട്ടിൽ കൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോകുക. പല കാര്യങ്ങളും മീഡിയ കാണുന്നില്ലേ? അതേപോലെ ഇവിടെ എന്തായിരുന്നു പ്രതികരണം? അപ്പോസ്തലർ പറഞ്ഞ 14:20. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഏത് പട്ടണത്തിൽ നിന്നാണോ മരിച്ചു പോയെന്ന് വിചാരിച്ച് റോട്ടിലൂടെ വലിച്ചുകൊണ്ടുപോയി പുറത്താക്കിയിട്ടത്, ആ ശിഷ്യന്മാര് അവരെ കൂടെയുള്ളവര് ചുറ്റും കൂടി നിന്ന്, വേറെ പ്രത്യേകം ചുറ്റും കൂടി നിന്നവ പൗലോസിനെ വീണ്ടും ശക്തി പ്രാപിച്ച് അതേ പട്ടണത്തിലേക്ക് ധൈര്യപൂർവ്വം പ്രഘോഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ ഇതേപോലെ എതിർപ്പുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഒരു പ്രത്യേക പ്രതികരണ രീതികളിലൂടെ പുറകോട്ട് പോകുന്നില്ല? എങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ 431 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ഞാൻ അനുവദിക്കുന്ന അളവിൽ മാത്രമേ നിന്റെ എതിരാളികൾക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അനുവദിക്കുന്ന ഒരളവിൽ അല്ലാതെ ആർക്കും നമ്മളെ ഉപദ്രവിക്കാൻ കഴിയല്ല. നമ്മൾ വിചാരിക്കരുത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച് കാണുമ്പോൾ ദൈവം ഒന്നും കാണുന്നില്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല എങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ദൈവം ചില എതിർപ്പുകൾ അനുവദിക്കപ്പെടും, ദൈവം ചില പീഡനങ്ങൾ അനുവദിക്കപ്പെടും, ദൈവം സഭയിൽ രക്തസാക്ഷി ഉണ്ടാകാൻ അനുവദിക്കും. ഒരു സഭ ഒരുങ്ങുമ്പോഴാണ് രക്തസാക്ഷികൾ സഭയിൽ ഉണ്ടാകുന്നത്. ഒരു സഭ എത്രമാത്രം ഒരുങ്ങുന്നോ അതിനനുസരിച്ച് രക്തസാക്ഷികൾ സഭയിൽ ഉണ്ടാകും. ആദിമസഭ അതുപോലെ ഒരുങ്ങി, അതുകൊണ്ട് രക്തസാക്ഷികൾ ഇഷ്ടംപോലെ സഭയിലുണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എല്ലാ ശുശ്രൂഷ മേഖലകളിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കണം. പല രീതിയിലാണിത് വരുന്നത്. അപ്പോസ്തലർ പറഞ്ഞ 16-ാമത്തെ അധ്യായത്തിന്റെ 19-ാം തിരുവചനം, അവരുടെ യജമാനന്മാർ തങ്ങളുടെ ആദായ മാർഗം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ പൗലോസിനെ സീലാസിനെ പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഭാവി ഫലം പ്രവചിക്കുന്ന തിന്മയുടെ ദുരാത്മാവുള്ള അടിമ പെൺകുട്ടിയിൽ നിന്ന് ആ ദുരാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവരുടെ വരുമാനം നഷ്ടപ്പെട്ടു. അപ്പൊ ചെയ്യുന്നെന്താ? പിടികൂടുന്നു, വലിച്ചഴയ്ക്കുന്നു, അധികാരികളെ മുമ്പിൽ കൊണ്ടുവരുന്നു, എന്നിട്ട് അവസാനം കൊണ്ടുപോയി അടിയെ കൊടുത്ത് ജയിലിൽ അടയ്ക്കുന്നു. അവരുടെ പ്രതികരണം എന്താ? ഈ അപ്പോസ്തലന്മാർ രീതി എന്താ? അത് 16:25 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, ഈ ജയിലോ ചങ്ങലകളോ ഇതൊന്നൊരു വിഷയമല്ല. എന്റെ സഹോദരങ്ങളെ, പലരും ജയിലടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിത് ഓർക്കണം. ജയിലിൽ സ്തോത്രഗീതം പാടി കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയല്ലേ. പ്രഭാഷകന്റെ പുസ്തകം 4:28, മരിക്കേണ്ടി വന്നാലും സത്യം പെടിയരുത്, സത്യം ഈശോ മിശിഹായാണ്, യേശു ക്രിസ്തുവാണ്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ 449 ഖണ്ഡിക, അൾത്താരയിൽ നിന്ന് ഞാൻ മുട്ടുകൊത്തി നിന്ന സ്ഥലത്തേക്ക് അമ്മ ഇറങ്ങി വന്ന്, പരിശുദ്ധ അമ്മ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഞാൻ നിങ്ങൾക്കെല്ലാം മാതാവാണ്. ദൈവ തിരുമനസ് വിശ്വസ്തയോടെ നിറവേറ്റുന്ന ആത്മാക്കളിൽ ഞാൻ സംപ്രീതിയാണ്. ദൈവ തിരുമനസ് ഞാൻ വിശ്വസ്തയോടെ നിറവേറ്റുന്നുണ്ടെന്നും അതിനാൽ അവിടുന്ന് എന്നെ സംപ്രീതിയാണെന്ന് മാതാവ് എന്നോട് പറഞ്ഞു. എന്നിട്ട് പറയുന്നത് എന്താ? ധൈര്യമായിരിക്കുക, കാണപ്പെടുന്ന തടസ്സങ്ങളെ ഭയപ്പെടരുത്, എൻ്റെ പുത്രന്റെ പീഡാസഹനത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുക, അപ്രകാരം നീ വിജയം വരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ ഈ വചനങ്ങൾ കർത്താവ് തരുന്നത്? ദൈവം വചനങ്ങൾ തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പല കാര്യങ്ങൾ നടക്കുന്നത് അവിടെയല്ലേ ഇവിടെയല്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരള സഭ നന്നായിട്ട് ഒരുങ്ങാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറയാം, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇങ്ങനത്തുള്ള സംഭവങ്ങൾ വരുമ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വചനമുണ്ട്. യേശയ്യാ പ്രവചനം 8-ാമത്തെ അധ്യായത്തിന് 10-ാം തിരുവചനം. നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ വിശ്വാസത്തെ തുടച്ചു മാറ്റാനും സഭയെ തുടച്ചു മാറ്റാനും നോക്കിയിട്ട് കാര്യമില്ല. യേശു നമ്മുടെ കൂടെ നിൽക്കും. വിശുദ്ധ പൗസ്തേൻ്റെ 450-ാമത്തെ ഖണ്ഡിക. ഓ, ദൈവത്തിനും ആത്മാക്കൾക്ക് വേണ്ടി യത്നിക്കുന്ന എത്ര മധുരതരമാണ്. ഈ യുദ്ധത്തിൽ ഞാൻ ഒരു വിശ്രമം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ രാജാവും കർത്താവും ആയവൻ്റെ മഹത്വത്തിനായി അവസാന ശ്വാസം വരെ ഞാൻ പൊരുതും. അവിടുത്തെ സിംഹാസനത്തിന് മുൻപിൽ എന്നെ വിളിക്കുന്നത് വരെ ഞാൻ വാൾ നിലത്തു വയ്ക്കില്ല. വചനമാകുന്ന വാള്, പ്രാർത്ഥനയാകുന്ന വാള്, ഒരു പ്രഹരത്തെ ഞാൻ ഭയപ്പെടില്ല. കാരണം ദൈവം എൻ്റെ പരിചയമാണ്. നമ്മളല്ല, ശത്രു നമ്മളെയാണ് ഭയപ്പെടേണ്ടത്. അഹങ്കാരികളെ, ഭീരുക്കളെ മാത്രമാണ് സാത്താൻ തോൽപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭീരുത്വം വെടിയണം, ഭീരുത്വം വെടിയണം. ധൈര്യപൂർവ്വം നിലകൊള്ളണം, വിശ്വാസത്തോടെ നിലകൊള്ളണം, പ്രാർത്ഥനയോടെ നിലകൊള്ളണം, ശക്തിപ്പെടണം. കർത്താവിൻ്റെ ആത്മാവ് ഓരോ വചനങ്ങളും തരുമ്പോൾ നമ്മൾ ഒരുക്കുകയാണ് ഓരോ കാലഘട്ടത്തിന് വേണ്ടി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു തൻ്റെ രക്തം വിലയായി കൊടുത്ത് വീണ്ടെടുത്ത ദൈവജനം തിരുസഭ, അപ്പസ്തോലന്മാരും സഭാപിതാക്കന്മാരും രക്തസാക്ഷികളും രക്തം ചിന്തിപ്പണിതുയർത്തിയ സഭ. ഓ കർത്താവേ, ആ സഭയുടെ പണിക്കാരായി ഇന്ന് ഞങ്ങൾ നിലകൊള്ളുകയാണല്ലോ കർത്താവേ. ദൈവമേ, യേശു കാണിച്ചു തന്നത്, അപ്പസ്തോലന്മാർ കാണിച്ചു തന്നത്, രക്തസാക്ഷികൾ കാണിച്ചു തന്നത് ഭയത്തോടെ പിന്മാറാനല്ല, ഭീരുത്വത്തോടെ മാറിപ്പോകാനല്ല, കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ, മരിക്കേണ്ടി വന്നാലും യേശുവിനെ കൈവെടിയാതെ നിലനിൽക്കാൻ. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണം. പൗലോസിന്റെ ബന്ധനം അനേകർക്ക് ധൈര്യം നൽകിയതുപോലെ ഞങ്ങളുടെ നിലപാടുകൾ അനേകർക്ക് ധൈര്യം നൽകണം. കർത്താവ് വരും കാലഘട്ടത്തിന് വേണ്ടി ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കണം. കർത്താവേ, ആപത്ത് വന്നാലും, പട്ടിണി വന്നാലും, നഗ്നത വന്നാലും, എന്ത് വന്നാലും കർത്താവേ, ഞങ്ങളങ്ങെ പിരിയാതിരിക്കാൻ അഭിഷേകം നൽകണമേ. പ്രാർത്ഥിക്കുന്നു. തീച്ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയീർച്ചവാളോ മരണമോ വന്നിടട്ടെ. കർത്താവേ, തീച്ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയീർച്ചവാളോ തീരുമാനമെടുക്കുന്നു. മരണമോ വന്നിടട്ടെ. ഭയപ്പെടരുത്, അവിടുന്ന് വലതുവശത്തുണ്ട്. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, യുഗാന്ത്യം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം. നീ പതറിപ്പോകാതിരിക്കാൻ നിന്റെ വലതുവശത്ത് ഞാൻ നിൽക്കും. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അനേകർക്ക് പരിശുദ്ധാത്മാവ് ശക്തി തരും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന.